ഹായ് ഗായ്സ്, അപ്പൊ നമ്മ പുതിയ റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. പനീറാണ് മെയിൻ താരം. ഞങ്ങൾ പല റെസിപ്പീസ് കണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഗൈസ്. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആണ്. അതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തവരാണ് ആ വെള്ള ബട്ടൺ ഒന്ന് നീലാക്കി കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാണെങ്കിൽ അതൊന്ന് കുത്തിപ്പൊട്ടിക്കുക. പിന്നെ ബെൽ ബട്ടൺ പിന്നെ പറയണ്ടല്ലോ, അങ്ങനെ ഞെക്കി അങ്ങോട്ട് പൊട്ടിക്കുക. നമ്മൾ ബട്ടറൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിൽ കുറച്ച് മുളകും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി വരുമ്പോഴത്തേക്കും ഇളക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മെയിൻ താരമായ പനീർ കുട്ടപ്പനെ അങ്ങോട്ട് അങ്ങനെ പനീറൊക്കെ ഒന്ന് ഇളക്കി നല്ല ഗോൾഡ് കളറായി വരുമ്പോൾ നമ്മൾ പനീറിനെ അടുത്ത പാത്രത്തിലായിട്ട് തട്ടും. ആ ഒരു സമയത്ത് അടുത്ത ചട്ടിയിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് പട്ട, കറിയാമ്പ്, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഒരു ഇല, പിന്നെ 2 മുളക്, അങ്ങനത്തെ സാമഗ്രികളൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി മണം മാറുമ്പോ തന്നെ സവാള അങ്ങോട്ട് തട്ടുക. സവാള ഇട്ടിട്ട് നമ്മൾ കുറച്ച് മുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാണ്ട് വരുമ്പോഴത്തേക്കും നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വാണ്ട് ഗോൾഡ് കളർ ആവുമ്പോഴത്തേക്കും നമ്മൾ തക്കാളിക്കുട്ടപ്പന എടുത്ത് തട്ടാം. ഈ ടൈമിൽ നമ്മൾ കാഷ്യൂ ഗ്രൈൻഡ് ചെയ്ത് അതിലായിട്ട് ഇതെല്ലാം കൂടിയിട്ട് എടുത്ത് ഗ്രൈൻഡ് ചെയ്യും. അങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് ഞങ്ങൾ അത് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ചട്ടിയിൽ ഇത്തിരി മഞ്ഞപ്പൊടി ഇത്തിരി ഉപ്പ് ഇട്ട് നെയ്യിലാട്ട് അന്ന് നമ്മൾ ഈ ഒരു സാധനം ഒഴിച്ചപ്പോഴാണ് അറിയുന്നത് ഓണാക്കിയിട്ടില്ല ചമ്മി. അങ്ങനെ അത് ഓണാക്കാൻ നോക്കി, അത് ഓണാക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പുറത്തെ സ്റ്റൗവിൽ വെച്ച് ഓണാക്കി. അതൊക്കെ ഇളക്കിയപ്പോൾ എന്തിൻ്റെ ഒരു മിസ്സിങ് ദാ കിടക്കണ് നമ്മുടെ പനീർ കുട്ടപ്പൻ. എവിടെ പോയി കിടക്കണേ എന്നടാ നീ? അങ്ങനെ നമ്മൾ ഇവനെ ഇട്ട് ഇളക്കി വന്നപ്പോൾ എന്തിൻ്റെ ഒരു കുറവ് എനിക്ക് തോന്നി. ഡെക്കറേഷൻ അങ്ങനെ 3 മുളകും വെച്ച് കണ്ണും മൂക്കും വായും വെച്ചിട്ടുണ്ട്. മൂക്കിലട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ.